എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിജയലക്ഷ്മിക്ക് അറ്റാക്ക് ഉണ്ടായി ഐസിയുലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഗോവിന്ദന് സഹിച്ചില്ല. ഗോവിന്ദ് വെപ്രാളപ്പെട്ട് കാറെടുത്ത് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ഗീതു പറഞ്ഞ് കണ്ണേട്ടാ അജാസ് ഓടിക്കുമെന്ന് പറയണ. വേണ്ട, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ കയറുന്നുണ്ട് കയറി ഗീതു എന്ന് പറയണ. ആ മുഖഭാവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിന് തന്നെ ടെൻഷനായി. പെട്ടെന്ന് അജാസ് വന്നിട്ട് പറഞ്ഞു, സാർ ഞാൻ ഡ്രൈവ് ചെയ്യാന്ന് പറയാം. വേണ്ട, നിങ്ങൾ ഇവിടെ നിന്നാ മതി, പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവന്നാൽ മതി, തൽക്കാലത്തേക്ക് അതൊന്നും എടുക്കുന്നില്ലെന്ന് പറയാം. അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയത്തില്ല, ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഉള്ളതല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പിച്ചുമ്പയും ഗോവിന്ദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദിന് പെട്ടെന്ന് അതും കൂടെ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. പിന്നീട് ഗീതനോട് നീ വരുന്നുണ്ടെ കയറ്, അല്ലെങ്കിൽ നീ ഇവരോടൊപ്പം വന്നാൽ മതി എന്ന് പറയണം. പിന്നെ ഗീത ഒന്നും നോക്കിയില്ല, കാറിലേക്ക് കയറുകയാണ്. അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും അപർണികയുടെ അജാസ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ബായിക്ക് എടുത്ത് നമുക്ക് പോകാന്ന് പറയണം. ആ സമയം അപർണ ചോദിച്ചു, അപ്പൊ അവര് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഗീതുവിനെയും ഗോവിന്ദ് സാറിനെ കൊല്ലാൻ നോക്കിയത് ആരാണെങ്കിലും കൊലയാളികൾ ഇങ്ങോട്ട് വരുമല്ലോ, അവര് വന്നു കഴിയുമ്പം നമുക്ക് അവരെ കണ്ടെത്താൻ പറ്റില്ലല്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അജാസ് പറഞ്ഞു, ആ കാര്യത്തിൽ പേടി വേണ്ട, ആ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയണം. എന്ത്? അതൊക്കെ ഉണ്ട്. അപ്പോഴേക്കും അവിടുത്തെ ജോലിക്കാരൻ കൊണ്ടുവന്ന് കാറിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കുവാണ്. ആ സമയത്ത് അപർണ പറഞ്ഞു, ഇപ്പം നമ്മൾ പോകണം അജാസിനെ ചോദിക്കാം. ഇപ്പൊ പോകണ്ട, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആരാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പക്ഷേങ്കില് ഗീതുവിനും ഗോവിന്ദ് സാറിനെ ഇല്ലാതാക്കാനായിട്ട് ആരാണോ ഇതിന് പിന്നെ പ്രവർത്തിച്ചിരിക്കുന്നത്, ഇവരുടെ ഡെഡ് ബോഡി കാണാനായിട്ട് അവരിങ്ങോട്ടേക്ക് വരും. ആ ഭാഗം നമുക്ക് ഷൂട്ട് ചെയ്ത് ഗോവിന്ദ് സാറിനെ കാണിച്ചു കൊടുക്കുക. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ നിൽക്കാന്ന് പറയാണ്. അങ്ങനെ അവർ ആ തീരുമാനങ്ങളൊക്കെ എടുത്തു. ഈ സമയം ഗീതവും ഗോവിന്ദും കൂടെ പോവാണ്. അപ്പൊ ഗോവിന്ദ് മാക്സിമം സ്പീഡിലാണ് വിടുന്നത്. ഗീതുവിന് ഭയങ്കര ടെൻഷനായിപ്പോയി, കാരണം അത്രയ്ക്ക് സ്പീഡാണ്. പെട്ടെന്ന് ഗീതു പറഞ്ഞു, എന്തേ കണ്ണേട്ടാ എന്താ അത്, ഇത്ര സ്പീഡ് കുറച്ച് പോകാൻ പറയണം. പക്ഷെ അതൊന്നും ഗോവിന്ദ് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഗോവിന്ദ് നല്ല ഹൈ സ്പീഡിൽ തന്നെ പോവാണ്. ഗോവിന്ദിന്റെ മനസ്സിൽ വിജയലക്ഷ്മിയുടെ മുഖം ഉണ്ടായിരുന്നുള്ളൂ, വിജയലക്ഷ്മിയുടെ ആ ഒരു രൂപം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷേങ്കിൽ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ താൻ അമ്മേനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചേരം എന്നൊരു ചിന്തയൊക്കെ ഗോവിന്ദിന്റെ മനസ്സ് വരുവാണ്. ചെറുപ്പകാലത്ത് തന്നെ അമ്മയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. തന്റെ കൈ പിടിച്ച് തന്നെ കൂട്ടിക്കൊണ്ട് നടന്നു. തനിക്ക് ചോറ് വരെ തന്നതായ കാര്യങ്ങളെല്ലാം ഗോവിന്ദന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോവാണ്. ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത ഗോവിന്ദന്റെ മനസ്സിൽ അലട്ടുവാണ്. അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് കാറിന് ഒന്നുകൂടെ സ്പീഡ് കൂട്ടി. അപ്പോഴേക്കും ഗീതു കയറി ഗോവിന്ദന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട്, കണ്ണേട്ട പ്ലീസ് വേണ്ടാന്ന് പറയാ, ഇത്ര സ്പീഡ് വേണ്ടാന്ന് പറയാ. പക്ഷെ അതൊന്നും ഗോവിന്ദന്റെ ചെവിയിലേക്ക് കേട്ടില്ല. ഗോവിന്ദൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയം വല്ലാത്ത ടെൻഷനോടെ രഞ്ജുവും പ്രിയയും കൂടെ പുറത്ത് നിൽക്കുകയാണ്. രഞ്ജുവിനെ സമാധാനിപ്പിക്കാനായിട്ട് പ്രിയ ശ്രമിക്കുന്നുണ്ട്. പ്രിയ പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല രഞ്ജു, നീ സമാധാനമായിട്ട് ഇരിക്കാനൊക്കെ പറയാണ്, എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. അപ്പോഴേക്കും ഡോക്ടർ ഇറങ്ങി വന്നു. ഡോക്ടറെ കണ്ടതും രഞ്ജു ഓടിപ്പോയി ചോദിച്ചു, ഡോക്ടർ എങ്ങനെയുണ്ട്, അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഒന്നും പറയാറായിട്ടില്ല, കാരണം അറ്റാക്ക് ഉണ്ടായ കുറെ സമയത്തിന് ശേഷമല്ലേ ഇവിടെ എത്തിച്ചേ. അപ്പൊ ഹാർട്ടൊക്കെ പ്രോബ്ലം ആയിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും പറയാറായിട്ടില്ല. അല്ല, എന്തെങ്കിലും പ്രത്യേകിച്ച് മെഡിസിൻ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ രഞ്ജുവിനോട് ചോദിക്കുക. രഞ്ജു പറഞ്ഞു, അത് പിന്നെ പ്രഷറിന്റെ ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്, പിന്നെ വേറെന്തോ ഹാർട്ടിന്റെ എന്തോ മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ എന്തിനാന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും അമ്മ പറഞ്ഞിട്ടില്ലെന്ന് പറയണം. അല്ല, അവരുടെ റിപ്പോർട്ടോ രേഖകളോ എന്തേലും നിങ്ങളുടെ കയ്യിലുണ്ടോന്ന് ചോദിക്കാം. അതൊന്നും ഇല്ല, അതൊരു പക്ഷെ വീട്ടിൽ അലമാരിക്കകത്ത് കാണും, അമ്മ അത് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും അമ്മ ഇതിനായിട്ട് ഞങ്ങളെ കാണിച്ചിട്ടില്ലെന്ന് പറയാം. എന്താ ഡോക്ടറെ? അല്ല, അത് കാണുവാണെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുന്നതാണെന്ന് അറിയില്ലല്ലോ, അതാന്ന് പറയണം. അതെ, ഇവിടുത്തെ മുരളീകൃഷ്ണൻ ഡോക്ടർ അമ്മയുടെ ഫ്രണ്ടാണ്, അമ്മയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന. ഒരു പക്ഷെ അങ്ങനെയാണെങ്കിൽ ഡോക്ടർക്ക് കാര്യങ്ങളൊക്കെ അറിയായിരിക്കും എന്ന് പറയണം. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ആ രേഖകൾ ഇവിടെ എത്രയും പെട്ടെന്ന് ആ റിപ്പോർട്ടുകളൊക്കെ എത്തിക്കാൻ പറ്റുമോ നോക്കാൻ പറയണം. അങ്ങനെ ഡോക്ടർ പോയി കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജു പ്രിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, അയ്യപ്പേട്ടനെയോ അല്ലെങ്കിൽ ശുഭിച്ചേട്ടനെ വിട്ട് അമ്മയുടെ മുറിയിൽ അലമാരിക്കകത്ത് കാണും, ആ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ എടുപ്പിക്കാന്ന് പറയണം. അങ്ങനെ അവരതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടേ കൊടുത്തു. അതുമായിട്ട് നേരെ ഡോക്ടറെ കണ്ടിട്ടങ്ങ് ചെല്ലുവാണ്. അപ്പോൾ ഡോക്ടർ വിജയലക്ഷ്മിയുടെ അരിയിൽ ഐസിയുലുണ്ടായിരുന്നു. രഞ്ജുവും പ്രിയം കൂടെ അങ്ങോട്ട് കയറി ചെന്നു. ഈ സമയം വിജയലക്ഷ്മി ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ കിടക്കുവാണ്. ആ കിടപ്പ് കണ്ടപ്പോഴത്തേനും രഞ്ജുവിനെ സഹിച്ചില്ല. രഞ്ജു പോയിട്ട് വിളിക്കുവാണ്, അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ആ വിളി വെച്ച ചെവിക്കുള്ളിൽ വിജയലക്ഷ്മി കേട്ടെങ്കിലും വിജയലക്ഷ്മി ഒരു അബോധാവസ്ഥയിലായിരുന്നു. വിജയലക്ഷ്മിയുടെ ആ അബോധാവസ്ഥയിൽ വിജയലക്ഷ്മി ഒരു സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുവാണ്. തന്റെ അരിയിലേക്ക് ഗോവിന്ദ് വരുമ്പോഴത്തേനും ഒരു വശത്ത് രഞ്ജു വരുന്നേ. ഗോവിന്ദ് വന്നിട്ടും, ഇത്രയും കാലം ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുവായിരുന്നല്ലേ, ഇവിടെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വരുമ്പോഴത്തേനും രഞ്ജു പറഞ്ഞു, എന്തിനാമ്മ എന്നെ നോക്കിയത്, ആ സ്ത്രീയുടെ മോളാന്ന് അറിഞ്ഞെങ്കിൽ എന്നെ കഴുത്തിരിച്ച് കൊല്ലാൻ മേലായിരുന്നോ എന്നൊക്കെ രഞ്ജുവും ചോദിക്കുന്നേ.
എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മിക്ക് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. വിജയലക്ഷ്മി മോളെ മോളെ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ഗീതു ഒരു മെഴുകുതിരിയായിട്ട് അങ്ങോട്ട് വരുവാണ്. വിജയലക്ഷ്മിക്ക് മനസ്സിലായി ഈ പ്രതിസന്ധിയെ മറികടക്കാനായിട്ട് ഗീതുവിനെക്കൊണ്ടേ പറ്റുവാളെന്ന്. മോളെ ഗീതു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഡോക്ടർ നോക്കിയപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ പുലമ്പുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ കരുതി എന്തായാലും ഇങ്ങനെ അബോധാവസ്ഥ പിച്ചുമ്പോഴും പറയുന്നെന്ന്. ഡോക്ടർ പറഞ്ഞിട്ട് സെഡേഷൻ കൊടുക്കാൻ പറയാൻ നേഴ്സിനോട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജു പറഞ്ഞു, അമ്മ അങ്ങനെയല്ല, പിച്ചുമ്പയും പറയുന്നില്ല, അമ്മ എന്തോ പറയാൻ ശ്രമിക്കുന്ന, ഒരു പക്ഷേ ബോധ മനസ്സിലേക്ക് തിരികെ വരുന്നതെന്ന് തോന്നുന്നു ഡോക്ടറെ. അമ്മയ്ക്ക് എന്തോ പറയാനുണ്ട്, ആ മാസ്ക് ഒന്ന് മാറ്റാമെന്ന് ചോദിക്കുകയാണ്. അത് പറ്റില്ല, ഇപ്പൊ ഓക്സിജൻ മാസ്ക് മാറ്റാൻ പറ്റില്ല, ഇത്ര റിസ്ക് ആയിട്ട് കിടക്കുന്ന കണ്ടീഷനിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാനും പറ്റില്ല എന്ന് പറയണം. ഡോക്ടർ എന്തോ കാര്യം ഇങ്ങോട്ട് പറയാനുണ്ടെന്ന് പറയണം. പിന്നീട് ഇച്ചിരി സമയം കൂടെ അവരിങ്ങോട്ട് നോക്കി നിൽക്കി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് പതുക്കെ ഒന്ന് കണ്ണുറന്ന് വരുവാണ് വിജയലക്ഷ്മി. എന്നിട്ട് മോളെ ഗീതു എന്ന് പറയാണ്. ഇതൊക്കെ ഇങ്ങനെ പറയുന്ന പോലെ രഞ്ജുവിനും പ്രിയയ്ക്കൊക്കെ തോന്നി. പ്രിയ പെട്ടെന്ന് പറഞ്ഞു, രഞ്ജു അതേ ഗീതു ചേച്ചിയുടെ കാര്യം പറയണേ. പിന്നെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഗീതു ചേച്ചിനെ കാണണമെന്നാന്നൊന്ന് പറയണേ. ഡോക്ടർ ആ മാസ്ക് ഒന്ന് മാറ്റാമെന്ന് ചോദിക്കുകയാണ്. പിന്നെ അവസാനം മാസ്ക് മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും മോളെ ഗീതു ഗീതു എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഗീതുവിനെ കാണാനെന്നുള്ള കാര്യം മനസ്സിലായി. ഗീതുവിനോട് എന്തോ കാര്യം പറയാനുണ്ട്. ഈ സമയത്ത് ഡോക്ടർ പ്രിയയോടും രഞ്ജുനോട് പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങൾ എൻ്റെ ക്യാബിനിലേക്ക് പോയിരിക്കും, ഞാൻ അങ്ങോട്ടേക്ക് വരാം, എനിക്ക് നിങ്ങളോട് അല്പം സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. അങ്ങനെ അവരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക. അവരങ്ങോട്ട് പോയ ഉടനെ എന്തൊക്കെയോ ഇങ്ങനെ പറയാനായിട്ട് വീണ്ടും വിജയലക്ഷ്മി ശ്രമിക്കുകയാണ്. ആ സമയം ഡോക്ടർ ചോദിച്ചു, എന്നോട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നിൽക്കും ഉണ്ടെന്ന് പറയാണ്. ഡോക്ടർ മാസ്ക് അങ്ങോട്ട് മാറ്റുകയാണ്. ഡോക്ടറെ എനിക്കിപ്പോൾ സർജറി ചെയ്യുന്ന റിസ്ക്കാന്ന് എനിക്കറിയാം, ഇപ്പം എനിക്ക് സർജറി ചെയ്യരുത്, കാരണം എൻ്റെ മോള് ഗീതു ഇങ്ങോട്ട് വരണം, എനിക്ക് അവളെ കാണണം, എനിക്ക് അവളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നെ ഒരു കാരണവശാലും ഡോക്ടർ ആരോടും ഈ കാര്യങ്ങളൊന്നും പറയരുത്, എനിക്ക് സർജറിയുടെ കാര്യങ്ങളൊക്കെ, കാരണം ഞാൻ എന്താളും മരിച്ചു പോകുന്ന എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്, അതുകൊണ്ട് സർജറി ഒന്നും ചെയ്യണ്ട ഡോക്ടറെ, ഞാനിങ്ങനെ ഒന്ന് കിടന്നോട്ടെ, എൻ്റെ ഗീത് വന്നു കഴിയുമ്പോൾ എനിക്ക് അവളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതിനുശേഷം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല, അറിയാലോ എനിക്ക് ഇത്ര ക്രിട്ടിക്കലാന്ന് ആരോടും പറയരുതെന്നൊക്കെ ഡോക്ടറോട് പറയണം. ഡോക്ടർ ശരിയെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് വിജയലക്ഷ്മി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഭഗവാനെ എങ്ങനെയെങ്കിലും എനിക്ക് ആയുസ് നീട്ടിത്തരണം, ഗീതു ഇങ്ങോട്ടേക്ക് എത്തണം, ഗീതു എത്തുന്നോടം വരെ എനിക്ക് ആയുസ് കിട്ടിത്തരണം ദേവി, അതുവരെ നീ എനിക്ക് ആയുസ് തരില്ലേ, എനിക്കറിയാം എൻ്റെ ആയുസ് എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം, പക്ഷെ അത്ര സമയമെങ്കിലും അവളോട് ആ സത്യം തുറന്നു പറയുന്നോടം വരെയെങ്കിലും എനിക്ക് ആയുസ് നീട്ടിക്കിട്ടണം, ഇനി ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പ്രിയ നേരെ രേഖനെ വിളിക്കുകയാണ്. രേഖനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ രേഖ വെച്ച് എങ്ങനെയുണ്ട് അവിടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ. അത് പിന്നെ വിജയലക്ഷ്മി അമ്മയ്ക്ക് അങ്ങനെ തന്നെ കിടക്കുക, ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് പറയാം. അല്ല ഗോവിന്ദണ്ണയൊക്കെ വിവരം അറിയിച്ചില്ലെന്ന് ചോദിക്കാം, അവരോട് പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മയ്ക്ക് ഒരു സർജറി വേണമെന്നാ പറയണേ, ആ സർജറി ഇപ്പം റിസ്ക് ആണെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, ഈ സമയത്ത് സർജറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയണം. അതുകൊണ്ട് ഇനിയിപ്പം ഗീതവും ഗോവിന്ദണ്ണും ഒക്കെ വരട്ടെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അവരും കൂടെ വന്നിട്ട് അവരുടെ തീരുമാനം കൂടെ അനുസരിച്ച് എന്ത് ചെയ്യാന്ന് ഡോക്ടർ തീരുമാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല അമ്മയ്ക്ക് ഗീതുവിനോട് എന്തോ കാര്യം പറയാനുണ്ട്, ഗീത് വരണമെന്ന് അമ്മ ഷാഡ്യം പിടിച്ചോണ്ടിരിക്കുമെന്ന് പറയണം. ഇത് കേട്ടതും രേഖ പറഞ്ഞ്, ഒരുപക്ഷെ എന്തെങ്കിലും കാര്യങ്ങൾ അമ്മയ്ക്ക് ഗീതുവിനോട് പറയാനുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയണം. പിന്നീട് ചോദിച്ചു, അല്ല മാധവന്തിയെ അവന് വഴക്കെന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കാം. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഞാനെന്ന് പെട്ടെന്ന് തന്നെ അവള് പറയാണ്, രേഖ പറയണം. അതെന്താ രേഖേച്ചി, അവൻ അത്രയ്ക്ക് വഴക്കാരും ചോദിക്കും. അവൻ വഴക്കായതുകൊണ്ടല്ല, ഇവിടെ ഇന്നലെ വരുണേട്ടൻ രാത്രി വന്നില്ല എന്ന് പറയണേ. വന്നില്ലേ? അതെ, വരുണേട്ടൻ രാത്രി വന്നില്ല. അത് മാത്രമല്ല രാധികാമ്മ ഇല്ലായിരുന്നു, ആകെപ്പാട് ടെൻഷൻ, എങ്ങോട്ടാ പോയെന്ന് പോലും അറിയത്തില്ല, ഒന്ന് ഫോൺ വിളിച്ച് പറയുക പോലും ചെയ്തിട്ടില്ല, അതിന്റെ ഒരു ടെൻഷനിലായിരുന്നു ഞാൻ, അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ പോലും പറ്റിയില്ല എന്ന് പറയാം. ഇത് കേട്ടതും പ്രിയ പറഞ്ഞു, വരുണേട്ടന് സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്നല്ലേ, എവിടെയെങ്കിലും പോയി കാണുമായിരിക്കും, ഇങ്ങോട്ട് വരും രേഖിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. ഇത് കേട്ടപ്പോൾ രേഖ പറഞ്ഞു, എനിക്ക് ടെൻഷനൊന്നുമില്ല, എന്നാലും മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ, സാരമില്ല, നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ, ഒന്നിനും ഒരു കുറവും വരുത്താൻ നോക്കിക്കോ, ബാക്കി ഇനിയിപ്പം ഗോവിന്ദേട്ടനും ഗീതും കൂടെ വരുമല്ലോ, അവർ ചെയ്തോളാം എന്നൊക്കെ പറയാം. പിന്നെ രഞ്ജുവിനെ ആശ്വസിപ്പിക്കണം, രഞ്ജുവിന്റെ നില എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുക. അവള് അങ്ങനെ തന്നെ കരഞ്ഞു നിലവിളിച്ചിരിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയാം. അവളെ ആശ്വസിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, കാരണം അവളുടെ മാനസിക നില തകരാറിലായതുപോലെ അവള് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അല്ല അവൾക്ക് വേറെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലോ അല്ലേ എന്ന് ചോദിക്കണേ. കുഴപ്പമൊന്നുമില്ല, അവളിങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടെന്നൊക്കെ പറയണം. പിന്നീട് ഫോൺ വിളിച്ചതിന് ശേഷം രഞ്ജുവിന്റെ അടുത്തേക്ക് പ്രിയ എല്ലുവാണ്. പ്രിയ എന്നിട്ട് സാരമില്ല, നീ വിഷമിക്കാതിരിക്കാനൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും രഞ്ജു പ്രിയനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.